ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അയർലൻഡിലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. സോ അത് പ്രകാരം കുറച്ച് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കമൻറ്റ് ഇതാണ്. ചേച്ചി, എനിക്ക് HSC സെലക്ഷൻ കിട്ടി, PCC വരെ കഴിഞ്ഞു. ആൻഡ് ഇൻ കേസ് വന്നാലും വിസയൊക്കെ കിട്ടാൻ ഡിലേ ആകില്ലെന്ന് ഉറപ്പില്ലല്ലോ. OET ആൻഡ് DL വാലിഡിറ്റി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിയും. സോ ഇത് ഹോപ്പ് ചെയ്ത് ഇരിക്കണോ, ബെറ്റർ മൂവ് ഓൺ ചെയ്ത് UAE നോക്കുന്നതല്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലത്? ഇത് നോക്കിയിരുന്നിട്ട് ഇപ്പം തന്നെ മന്ത്സ് വെറുതെ പോയി. ക്യാൻ യു ഗിവ് എ സജഷൻ ഓൺ ഇറ്റ്? കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. കാരണം കോൺട്രാക്റ്റ് കിട്ടിയവർക്ക് തന്നെ പിന്നീട് അത് ക്യാൻസലായിട്ടുണ്ട്. സോ ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ PCC കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഓഫർ ലെറ്ററും കിട്ടി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള ഡേറ്റും കിട്ടിയാലേ കുറച്ചൊക്കെ കൺഫർമേഷൻ പറയാൻ പറ്റത്തുള്ളൂ ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ UAEയുടെ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ സൈഡിൽ കൂടെ നടന്നോട്ടെ. എന്ന് വെച്ചാൽ അയർലൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കേണ്ട. ഇൻ കേസ് ഓക്കെ ആയി കഴിഞ്ഞാൽ അയർലൻഡ് ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റ് കമൻറ്റ്, ഡബ്ലിൻ നാഷണൽ ആൻഡ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ നല്ലതാണോ? എനിക്ക് അവിടെ നിന്ന് NICU ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ നിന്ന് HSCയിലോട്ട് മാറാൻ പറ്റുമോ? ഡബ്ലിൻ നാഷണൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ HSC ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു. ഉദ്ദേശിച്ചത് മെഡിക്കൽ ലെവലിലുള്ള ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ പറ്റും. അതും രണ്ടും HSCയുടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റൊക്കെ നടക്കും, ട്രാൻസ്ഫറൊക്കെ പറ്റുന്നതാണ്. നെക്സ്റ്റ് കമൻറ്റ് നോക്കാം. ഹായ് മാം, എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് UK പോകാനാണ് ആഗ്രഹം. പ്രോസസ്സിങ് ഡിലേ ആയതുകൊണ്ട്, അതുമല്ല ഞാൻ ഫ്രഷറും കൂടിയാണ്. UK വേണ്ടി ഒന്നുകൂടെ എഴുതണം എന്നുണ്ട്. ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ് കണ്ടീഷൻ വെച്ച് മാമിൻ്റെ ഒപ്പീനിയൻ എന്താണ്? പ്ലീസ് റിപ്ലൈ. UK ആണ് ഇഷ്ടമെങ്കിൽ UK തന്നെ ട്രൈ ചെയ്യുക. ഒന്നുകൂടെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം UKയുടെ പ്രോസസ്സിംഗ് ആണ് കുറച്ചുകൂടെ എളുപ്പം. അയർലൻഡ് കുറച്ച് സമയം എടുക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഡിലേ ആകുന്നുണ്ട്. സോ UK ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുവേണ്ടി ഒന്നുകൂടെ OET എഴുതിയാലും നല്ലതാണ്. നെക്സ്റ്റ് കമൻറ്റ് നോക്കാം. ജനുവരി ലാസ്റ്റ് HSC ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ബട്ട് ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ വരുന്നില്ല. റിപ്ലൈ വരാത്തതിന് കാരണം HSC റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ആയതുകൊണ്ടാണ്. അത് എന്നത്തേക്ക് എൻഡ് ചെയ്യുമെന്ന് ആർക്കും അറിയത്തുമില്ല. ഇവിടെ തന്നെ സ്റ്റാഫ് നേഴ്സുമാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു CNM ലെവൽ പൊസിഷനിലേക്ക്. അപ്പം ആ ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് പോലും അവരുടെ ആ പൊസിഷനിലേക്ക് ഒരു എൻട്രി കൊടുത്തിട്ടില്ല. സെലക്റ്റായി, ഇൻ്റർവ്യൂ കഴിഞ്ഞു, സെലക്റ്റായി. പക്ഷേ അവരിതുവരെ CNM പൊസിഷനിലേക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ല. അത് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യത്തുള്ളൂ എന്നൊക്കെയാണ് കേട്ടത്. സോ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇതുവരെ അവരുടെ ആ പൊസിഷനിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം നാട്ടിലൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞവരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ലോങ് വെയിറ്റിംഗ് തന്നെ വേണ്ടി വരുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർത്തേൺ അയർലൻഡ് എങ്ങനെയുണ്ട്? അവിടെ പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആണോ? നോർത്തേൺ അയർലൻഡ് നല്ലതാണ്. പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്. കുഴപ്പമില്ല, പാർട്ട് ടൈം ജോബ്സൊക്കെ കൂടുതലും HC ഒക്കെ ആയിട്ടാണ് എല്ലാവരും പാർട്ട് ടൈം ആയിട്ടൊക്കെ കയറുന്നത് സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാം വിസയിൽ വന്നാൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതാൻ പറ്റുമോ? പ്ലീസ് സജസ്റ്റ് ഏജൻസി എനിക്കറിയില്ല. ഞാൻ ആർക്കും ഏജൻസീസ് ഒന്നും സജസ്റ്റ് ചെയ്യാറില്ല. എക്സാം വിസയിൽ വന്നാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പറ്റും. നിങ്ങൾക്കൊരു 90 days ടൈം കിട്ടും. അതിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ 1 ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ബോത്ത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. കണ്ടിന്യൂ ചെയ്യാനാവോ സിസ്റ്റർ? പ്ലീസ് റിപ്ലൈ. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ അഡാപ്റ്റേഷൻ ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്യാം. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നല്ലതാണ്. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ തിരക്കായിരിക്കും. അതിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണേലും തിരക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ UK ഓർ അയർലൻഡ് പ്രോസസ്സ് ഏത് ചെയ്യുന്നതാണ് നല്ലത്? ആൻഡ് 5 years ആയി ക്ലിനിക്കലിലാണ് വർക്ക് ചെയ്യുന്നത്. അതവിടെ ഹോസ്പിറ്റലിൽ കിട്ടാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ക്ലിനിക്കലൊക്കെ ആണെങ്കിൽ കൂടുതലും നഴ്സിംഗ് ഹോം നോക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ UK ആയിരിക്കും ബെറ്റർ. കാരണം അയർലൻഡ് പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ആണ്. HSC റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ആയതുകൊണ്ട് ഇൻ്റർവ്യൂ കിട്ടാനും പാടാണ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം UK ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസ് എന്ന് മാറും, DL എക്സ്പയറി തീരാറായി, എന്ത് ചെയ്യണം? ഫ്രീസ് എന്ന് മാറുമെന്ന് അറിയില്ല. ഉടനെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
DL എക്സ്പയറി തീരാറായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് NMBAക്ക് ഒരു മെയിൽ അയച്ച് നോക്ക്, ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് കാരണം ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നൊക്കെ കാണിച്ചുകൊണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് പറയാമോ? ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഒരു ക്വസ്റ്റ്യനോടെ, അതിൻ്റെ ബാലൻസ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ മാറാൻ പറ്റുമോ? ഇപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ 2 ഇയർ കോൺട്രാക്റ്റിലൊക്കെ വരുന്നവരാണെങ്കിൽ ആ 2 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ടൊക്കെ മാറുന്നതിനെക്കുറിച്ച് നോക്കാം. HSCയിൽ തന്നെ കെയറായിട്ട്. അതല്ല നിങ്ങൾക്ക് OET എഴുതിയെടുത്ത് നേഴ്സാകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അങ്ങനെയും ട്രൈ ചെയ്യുന്നവരുണ്ട്. സോ എന്നിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് HSCയുടെയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ മൂവ് ഓൺ ചെയ്യാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിൽ. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയതാണ്. നവംബർ OET എക്സാം എഴുതി. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ OBG ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുകയാണ്. 1 ഇയർ ആകുന്നു. അവിടെ നഴ്സിംഗ് ഹോമിലേക്ക് ജോബ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ? OBG ആകുമ്പോഴത്തേക്ക് നഴ്സിംഗ് ഹോമിലേക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ മിഡ്വൈഫറി കോഴ്സ് ചെയ്യണം. അല്ലാതെ സ്റ്റാഫ് നേഴ്സായിട്ടാണെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റത്തുള്ളൂ. സോ ആദ്യം നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുക, പിന്നെ ഒരു 2 ഇയർ കഴിയുമ്പോഴത്തേക്ക് HSC ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാം. അതല്ല മെറ്റേണിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മിഡ്വൈഫറി കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ലേബർ റൂം സ്റ്റാഫൊക്കെ ആയിട്ട് കയറാൻ പറ്റും. സോ ഒരു Q&Aയും കൂടെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.